ബിഗ് ബോസ് സീസൺ 6 നിന്നും സിനിമയിലേക്ക് എത്തുന്ന ആ ഭാഗ്യവാൻ, അതെ, അർജുൻ ശ്യാം ഗോപൻ. മോഡലിംഗ് വിഭാഗത്തിൽ നിന്ന് സിനിമ എന്ന സ്വപ്നവുമായി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയ മത്സരാർത്ഥികളിൽ ഒരാൾ. ബിഗ് ബോസിൽ എത്തുന്നതുവരെ കോട്ടയം കടുതുരുത്തി സ്വദേശിയായ അർജുൻ ശ്യാം ഗോപനെ അറിയുന്നവർ ചുരുക്കമായിരുന്നു എന്ന് വേണം പറയാൻ. എന്നാൽ സീസൺ പൂർത്തിയാക്കി റണ്ണറപ്പ് പട്ടവുമായി മടങ്ങുമ്പോൾ സിനിമാ താരമെന്ന തന്റെ ആഗ്രഹം സബലീകരിച്ചാണ് അർജുൻ മടങ്ങുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ജീത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമയിലേക്കാണ് അർജുൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. സീസൺ 6 നടന്ന ഫിലിം ഓഡിഷൻ വഴിയാണ് അർജുനെ ഈ ഭാഗ്യം തേടിയെത്തിയത്. സംവിധായകൻ ജീത്തു ജോസഫും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും ബിഗ് ബോസ് ഹൗസിലേക്ക് ഓഡിഷൻ നടത്താനായി എത്തിയിരുന്നു. ഒരു ടാസ്ക് എന്ന നിലയിൽ ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം വിവിധ സന്ദർഭങ്ങളിലെ കഥാപാത്രങ്ങളായി അഭിനയിച്ചു കാണിക്കലായിരുന്നു മത്സരാർത്ഥികൾക്കായി നൽകിയത്. ആ സമയത്ത് ബിഗ് ബോസ് വീട്ടിലുണ്ടായിരുന്ന 8 പേരും അർജുൻ, ശ്രീതു, ജിൻഡോ, ജാസ്മിൻ, സിജോ, നോറ, അഭിഷേക്, ഋഷി ഇവർ മികച്ച രീതിയിൽ തങ്ങൾക്ക് കൊടുത്ത സീനുകൾ അഭിനയിച്ചു കാണിച്ചിരുന്നു. ഇതിൽ ജാസ്മിനും ജിൻഡോയും അതുപോലെ അർജുനും ശ്രീതുവും ഇവരുടെ ആക്ടിങ്ങിന് സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രശംസയാണ് ലഭിച്ചത്. ഓഡിഷൻ മാത്രമല്ല, ബിഗ് ബോസ് വേഷപ്പകർച്ച ടാസ്കിലും അർജുൻ സ്കോർ ചെയ്തിരുന്നു. നോറയായി തകർത്തഭിനയിച്ച അർജുൻ അതിഗംഭീര പ്രകടനമാണ് അന്ന് കാഴ്ചവെച്ചത്. അന്നേ പ്രേക്ഷകർ ഒന്നടങ്കം പറഞ്ഞിരുന്നു ഇവൻ നടനാകേണ്ട സമയം അതിക്രമിച്ചുവെന്ന്. പ്രേക്ഷകർ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് സംഭവിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അർജുന്റെ ചിരിക്കും ലുക്കിനും പെർഫോമൻസുകൾക്കും തഗ് കോമഡി ഡയലോഗുകൾക്കും എല്ലാം ഫാൻസോട് ഫാൻസാണ്. ഇത്രയും സീസണുകളിൽ ലുക്കിന്റെ ബേസിൽ ഒരാൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ ആയിട്ടുണ്ടെങ്കിൽ അതും അർജുൻ മാത്രമാണ്. അർജുന് മാത്രമല്ല, ഓഡിഷനിൽ നിന്ന് ഒന്നോ അതിലധികമോ ആൾക്കാരെ തന്റെ സിനിമയിൽ ഉൾപ്പെടുത്തുമെന്നും ലാലേട്ടൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സത്യൻ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന സിനിമയിലേക്കാണ് ഇക്കൂട്ടർക്ക് ചാൻസ് ലഭിക്കുക. മോഹൻലാൽ നായകനാകുന്നതായിരിക്കും അടുത്ത സിനിമയെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. പാൻ ഇന്ത്യൻ ചിത്രമല്ലെന്നും ജീവിതഗന്ധിയായ കഥയായിരിക്കുമെന്നും ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന തന്റെ ചിത്രത്തിലേക്ക് ആലോചനകളിലേക്ക് കടന്നിട്ടുണ്ടെന്നും സത്യൻ അന്തിക്കാട് അന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ സിനിമയിലേക്കാണ് ഇവർക്ക് അവസരം ലഭിക്കുക. ബിഗ് ബോസ് റിയാലിറ്റി ഷോ സത്യത്തിൽ മത്സരാർത്ഥികൾക്ക് നിരവധി ഓപ്പർച്യൂണിറ്റികളാണ് നൽകാറുള്ളത്. ഒരു റിയാലിറ്റി ഷോ എന്നതിനപ്പുറം അവസരങ്ങളുടെ വലിയ വാതിലാണ് അവർക്ക് മുൻപിൽ തുറക്കപ്പെടാറുള്ളത്. ഫിലിം, അതുപോലെ മോഡലിംഗ്, സീരിയൽ, ആങ്കറിംഗ് തുടങ്ങി നിരവധി മേഖലകളിലേക്ക് മത്സരാർത്ഥികൾക്ക് അവസരം ലഭിക്കുന്ന ഗോൾഡൻ ചാൻസ് കൂടിയാണ് ബിഗ് ബോസ്. 100 ദിവസത്തെ ലൈവ് സ്ട്രീമിംഗ് റിയാലിറ്റി ഷോ ആയതുകൊണ്ട് തന്നെ മത്സരാർത്ഥികളുടെ കഴിവുകൾ, താല്പര്യങ്ങൾ ഇവയെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫിലിം ഫീൽഡിലുള്ളവരും മറ്റ് മേഖലകളിലുള്ളവരും ഇവരെ വേണ്ട പോലെ ശ്രദ്ധിക്കുകയും ചെയ്യും. സീസൺ 1 വിന്നറും ടെലിവിഷൻ അവതാരകനുമായ സാബുമോൻ സിനിമയിലെത്തുന്നത് ബിഗ് ബോസ് വഴിയാണ്. ഗ്രാൻഡ് ഫിനാലെയിലാണ് നടനെ ആദ്യ സിനിമയിലേക്കുള്ള ഓഫർ വരുന്നത്. ശേഷം അങ്ങോട്ട് സിനിമകളുടെ ചാകരയായിരുന്നു. അയ്യപ്പനും കോശിയും, ജല്ലിക്കെട്ട്, അജഗജാന്തരം, ഗോൾഡ്, ഇരട്ട, നീലവെളിച്ചം തുടങ്ങിയ സിനിമകളിൽ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ചെയ്തു. ഇന്ന് സാബുമോൻ മലയാളത്തിലും തമിഴിലുമായി തിരക്കുള്ള നടനാണ്. സീസൺ 4 മത്സരാർത്ഥിയും സീരിയൽ നടിയുമായിരുന്ന സുചിത്ര നായർ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായെത്തിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം മലയക്കോട്ടെ വാലുവിനിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. അന്ന് LJP ബിഗ് ബോസ് കണ്ടിട്ടാണ് സുചിത്രയെ സിനിമയിലേക്ക് വിളിക്കുന്നതും പ്രധാന കഥാപാത്രം നൽകുന്നതും. സീസൺ 2 ഫുക്രു, രജിത് കുമാർ, സീസൺ 5 ജുനൈസ് ഇവരെല്ലാം സിനിമയിലെത്തുന്നതും ഈ ബിഗ് ബോസ് വഴി തന്നെയാണ്. ഒടുവിൽ സീസൺ 6 അർജുനും. എന്തായാലും അർജുന് ഒരു ഗോൾഡൻ ചാൻസ് ആണ് ബിഗ് ബോസിലൂടെ ലഭിച്ചിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അതും മലയാളത്തിലെ മികച്ച സംവിധായകനും നിർമ്മാതാവിനൊപ്പം തന്നെ. എന്താഗ്രഹത്തിന് പുറത്താണോ ബിഗ് ബോസ് ഹൗസിലെത്തിയത്, അല്ലെങ്കിൽ എന്താകാനാണോ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്, അതാണിപ്പോൾ സഫലമായിരിക്കുന്നത്. ഇരട്ടി മധുരത്തോടെയാണ് അർജുൻ ശ്യാം ഗോപൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.